നമ്മളെല്ലാവരും മൊബൈലിന്റെ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നവരാണ്. കുട്ടികളുടെ ഫോട്ടോയാണ് എടുക്കുന്നതെങ്കിൽ അതൊരു എടങ്ങാറ് പിടിച്ച ഒരു സംഭവം തന്നെയാണ്. കുട്ടികളോടൊന്ന് നേരെ നോക്കാൻ പറഞ്ഞാൽ നോക്കില്ല, ഒന്ന് ചിരിക്കാൻ പറഞ്ഞാൽ ഞാൻ ചിരിക്കില്ല, അല്ലേ? എന്നാൽ ചിരിക്കാത്ത കുട്ടികളെ നമുക്കൊന്ന് ചിരിപ്പിച്ചാലോ? ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഇനി ചിരിക്കാത്ത കുട്ടികളുടെ ഫോട്ടോ ആണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ നമുക്ക് അതൊന്ന് ചിരിപ്പിച്ചിട്ട് തന്നെ ഫോട്ടോ എടുക്കാൻ സാധിക്കും. ഇതെങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ടാകും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കണ്ടിന്യൂ കാണിക്കും. കണ്ടിന്യൂ കൊടുക്കുക, അതിനുശേഷം അക്സെപ്റ്റ് കൊടുക്കുക, അതിനുശേഷം നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകുക. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക, വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. കുറച്ച് നേരം നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുക. ഇവിടെ പ്രീമിയം എടുക്കാനുള്ള ഓപ്ഷനിലേക്ക് വരും. നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ എൻഡോ മാർക്ക് കൊടുത്തിട്ട് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം ഇവിടെ അലോ ഓൾ എന്ന് കൊടുക്കുക. ഇവിടെ നോട്ടിഫിക്കേഷൻ പെർമിഷൻ ഡോൺ അലോ കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങളുടെ ഗാലറി ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് എടുക്കേണ്ടത് ആ ഫോട്ടോ നിങ്ങൾ ഗാലറി ക്ലിക്ക് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇത് ചിരിക്കാത്ത ഒരു ഫോട്ടോ ആണ്. ഓക്കെ, എഗ്രി കൊടുക്കുക. ഈ ഫോട്ടോ നമുക്കൊന്ന് ചിരിപ്പിക്കണം. രണ്ട് ഫോട്ടോവും ചിരിക്കാത്ത ഫോട്ടോ ആണ്. ഇതിൽ ആരെയാണ് ചിരിപ്പിക്കേണ്ടത് അവിടെ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക, അവരുടെ ഫേസിലൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തിട്ട് താഴെ ഒരുപാട് ടൂളുകൾ കാണാൻ സാധിക്കും. പല രൂപത്തിലും നമുക്കിത് എഡിറ്റ് ചെയ്യാം, ഹെയർ സ്റ്റൈൽ മാറ്റാം, അതുപോലെ തന്നെ സ്കിന്ന്, അതിൻ്റെ കളറുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനുണ്ട്. ഞാനതൊന്നും ചെയ്യുന്നില്ല. ഇവിടെ ചിരിപ്പിക്കുന്ന ഓപ്ഷനിലേക്ക് ഇതാ കണ്ടോ, ഒരുപാട് ടൂളുകളാണ്. ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആകും വീഡിയോക്ക്. ഞാനിവിടെ ചിരിപ്പിക്കുന്ന ഓപ്ഷൻ, ഇവിടെ സ്മൈൽ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതാ ഇവിടെ സ്മൈൽ എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പ്രീമിയത്തിൻ്റെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് നോർമലായിട്ട് തന്നെ ഇവിടെ ക്ലാസിക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഇയാൾ ചിരിക്കുന്നുണ്ടോ ഇല്ലയെന്ന്. കണ്ടോ, ഇയാൾ ചിരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചിരിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഈ ഒരു താഴെ ഒരു ഐക്കൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ ആദ്യം ഇയാൾ ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ഇതാ ഇങ്ങനെയാണ്. കണ്ടോ, നല്ല രൂപത്തിൽ ചിരിച്ചിട്ടുണ്ട്. അങ്ങനെ ചിരിക്കാത്ത ആളുകളെ നമുക്ക് ചിരിപ്പിക്കാം. ഇനി രണ്ടാമത്തെ ആളെ ചിരിപ്പിക്കണമെങ്കിൽ ആദ്യത്തെ ആളെ നമ്മൾ സേവ് ചെയ്യണം കേട്ടോ. അതാ ഇവിടെ സേവ് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇവിടെ സേവ് ടു ഗാലറി വന്നിട്ടുണ്ട്, അത് സേവ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഗാലറിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചിരിച്ച ഫോട്ടോ ഇവിടെ സേവ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് നമുക്കൊന്ന് ഈ ചിരിച്ച ഫോട്ടോ സേവ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടോ, അതാ ഇവിടെ രണ്ട് ഫോട്ടോ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ ചിരിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി മറ്റേ ആളെ കൂടി ചിരിപ്പിക്കണം. അതിനായിട്ട് നമുക്ക് ആ ഒരു മുഖത്തൊന്ന് ടച്ച് ചെയ്യാം. എന്നിട്ട് സ്മൈൽ എന്ന ഭാഗത്ത് തന്നെ ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ക്ലിക്ക് ചെയ്തു. ഇവിടെ ക്ലാസിക് എന്ന ഭാഗത്ത് ഞാനിവിടെ ടച്ച് ചെയ്തു. കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. നെറ്റ്വർക്കിൻ്റെ സ്പീഡിനനുസരിച്ച് നമുക്ക് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ചില സമയത്ത് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നെറ്റ്വർക്ക് സ്പീഡ് വളരെ കുറവാണ്, എന്നാലും ഒരുവിധം സ്പീഡൊക്കെ ഉണ്ട്. നമുക്കൊന്ന് കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാനിത് സ്കിപ്പ് ചെയ്യുന്നൊന്നുമില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരണമല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെക്കുകയാണ്. ഇതാ ഇപ്പോൾ അയാളും ചിരിച്ചു കഴിഞ്ഞു. ഓഹ്, നല്ലൊരു ചിരിയാണല്ലോ. ഓക്കെ, ഇപ്പോൾ രണ്ടുപേരും ചിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കവിടെ സേവ് കൊടുക്കണം കേട്ടോ. ഇതാ ഇപ്പോൾ ആദ്യത്തെ ഫോട്ടോ ഇങ്ങനെയാണ്, ഇതാ ഇപ്പോഴത്തെ ഫോട്ടോ ഇങ്ങനെയാണ്. കണ്ടോ, ഇനി നമുക്ക് ഇവിടെ സേവ് കൊടുക്കാം. സേവ് കൊടുത്തതിന് ശേഷം ഇവിടെ അത് രണ്ടും സേവ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് ഇത് രണ്ടും സേവ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ബാക്ക് വരികയാണ്. ബാക്ക് വന്നിട്ട് രണ്ടും ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെ രണ്ട് ഫോട്ടോ വന്നിട്ടുണ്ട്. രണ്ടുപേരും ചിരിച്ച ഫോട്ടോ ഇതാ ഇവിടെ കാണാൻ സാധിക്കും. ഒരാൾ മാത്രം ചിരിച്ച ഫോട്ടോ ഇതാ ഇവിടെ കാണാൻ സാധിക്കും. ഇത് ഒരാൾ മാത്രം ചിരിച്ച ഫോട്ടോ ആണ്. ഇത് രണ്ടാളും ചിരിക്കാത്ത ഫോട്ടോവുമാണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ചിരിക്കാത്ത ആളുകളെയും ചിരിപ്പിക്കാമെന്ന് മനസ്സിലായല്ലോ. പിന്നെ അതിൽ തന്നെ ഒരുപാട് ടൂളുകളുണ്ട്. ജസ്റ്റ് ഒന്ന് രണ്ട് ടൂളുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞാനിപ്പോൾ ഒരാളെ ഫേസ് ഇവിടെ തിരഞ്ഞെടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ തന്നെ ഒരുപാട് ടൂളുകളുണ്ട്. അതിൽ നിന്നും ഞാനിപ്പോൾ ഒരു ടൂള് ഇവിടെ തിരഞ്ഞെടുത്തു. നമുക്ക് ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി നോക്കാം. ഇവിടെ ഒരുപാട് സ്റ്റൈലുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ഹെയർ സ്റ്റൈൽ നമുക്കൊന്ന് തിരഞ്ഞെടുക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഹെയർ സ്റ്റൈൽ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. നമുക്കൊന്ന് നോക്കാം ഈ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് ചേഞ്ചായി വരുന്നതെന്ന് നമുക്ക് നോക്കാം. നല്ല രൂപത്തിലുള്ള നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള എഡിറ്റിംഗ് ടൂളുകളാണ് ഇവർ നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നെറ്റ്വർക്കിൻ്റെ സ്പീഡിനനുസരിച്ച് കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ്. എന്നാലും ഞാനിപ്പോൾ സ്കിപ്പ് ചെയ്യുന്നൊന്നുമില്ല. എന്നാലും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. ഓക്കെ,
കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ആ ഒരു ഹെയർ സ്റ്റൈൽ മാറുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം. കാരണം ഇവിടെ ആ ഒരു ആൺകുട്ടി പെൺകുട്ടിയായിട്ട് മാറി, ചിരിച്ച പെൺകുട്ടി കണ്ടോ. ഓക്കെ, അങ്ങനെ നമുക്ക് നല്ല രൂപത്തിൽ എഡിറ്റിംഗ് ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. നമുക്കത് വേണമെങ്കിൽ സേവ് ചെയ്യാം. ഞാനിപ്പോൾ സേവ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് വേറെ ഒരു ടൂൾ കൂടി നോക്കാം. നമുക്കിവിടെ ഈ ഒരു ടൂൾ നമുക്കിവിടെ കണ്ണട വെച്ച് കൊടുക്കാം. ഓക്കെ, കണ്ണട വെച്ച ഒരു ടൂളുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഇതിൽ എങ്ങനെയാണ് കണ്ണട വെക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഈ ഒരു ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുത്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. കണ്ടോ, കണ്ണട വെച്ച കുട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതിലൂടെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ സേവ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റുകൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.